everyone. നമ്മൾ ഇന്ന് +2 എക്കണോമിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇൻഡിഫറൻസ് കർവ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തായാലും 4 മാർക്കിനെങ്കിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓണം എക്സാം ആണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക് എന്താന്ന് നോക്കാം. എങ്ങനെയായിരിക്കും ഇതിന്ന് ക്വസ്റ്റ്യൻ വരാ എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഇൻഡിഫറൻസ് കർവ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റാം. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവ് ആണ്. യെസ്, അതെന്താണ്? അതൊരു കർവ് ആണ്. അപ്പം ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കർവ് ആണ്. ആ ഒരു പേരിൽ തന്നെ ഉണ്ട് എന്താണ് അതൊരു കർവ് ആണെന്നുള്ളത്. ആ ഒരു കർവില് എന്താണ് അത് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? 2 ഗുഡ്സിന്റെ കോമ്പിനേഷൻ നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ട് പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ്? കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്. 2 ഗുഡ്സിന്റെ കോമ്പിനേഷൻ നമുക്ക് അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഗുഡ്സിന് എന്താണ് പ്രത്യേകത? ഈ കർവിന്റെ മുകളിലുള്ള ഗുഡ്സിന് എന്താണ് പ്രത്യേകത? അതായത് ഈ IC1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഈ ഇൻഡിഫറൻസ് കർവിന്റെ മുകളിൽ മാം ഒരു 2 പോയിന്റ് ഇട്ടുകണ്. ഫസ്റ്റ് പോയിന്റ് AB എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ്, ആൻഡ് സെക്കൻഡ് പോയിന്റ് CD എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ്. AB എന്ന് പറയുന്നത് 2 ഗുഡ്സ് ആണ്. ഈ 2 ഗുഡ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും CD എന്ന് പറയുന്ന ആ ഒരു ഗുഡ്സിന്റെ കോമ്പിനേഷനിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് സെയിം ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇൻഡിഫറൻസ് കർവിന്റെ മുകളിലുള്ള ഗുഡ്സിന്റെ കോമ്പിനേഷനിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. അതായത് X എന്ന് പറയുന്ന ഒരു ഗുഡാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. X ആക്സിസിൽ നമ്മൾ ഓറഞ്ച് ആണ് എന്ന് വിചാരിക്കാം, Y ആക്സിസിൽ ആപ്പിൾ ആണ് എന്ന് വിചാരിക്കാം. സോ നമുക്ക് എത്ര AB എന്ന് പറയുന്ന 2 ഗുഡ്സ് ആണ് നമ്മൾ എന്താക്കുന്നത്, യൂസ് ആക്കുന്നത്. അതായത് 5 ഓറഞ്ചും ഒരു 20 ആപ്പിളും. 5 ഓറഞ്ചും 20 ആപ്പിളും ആണ് നമ്മുടെ ഫസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള AB എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു 100 സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും നമുക്ക് ഒരു ന്യൂമറിക്കൽ ടേംസിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയാണ് നമുക്ക് 100 സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കാം. ഇനി നമ്മുടെ അടുത്ത കോമ്പിനേഷൻ ഏതാണ്? CD എന്ന പറയുന്നതാണ്. സോ CD എന്ന് പറഞ്ഞാൽ എത്രയാണ്? C എന്ന് പറയുന്നത് 10 ആണ്, ആൻഡ് D എന്ന് പറയുന്നത് നമുക്കൊരു 15 അല്ലെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. D എന്ന് പറയുന്നതും 10 ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ C എന്ന് പറയുന്നതും D എന്ന് പറയുന്നതും 10 ആണ് എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇതിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും 100 ആണ്. അതായത് ഇൻഡിഫറൻസ് കർവിന്റെ മുകളിലുള്ള എല്ലാ ഗുഡ്സിന്റെയും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സെയിം ആയിരിക്കും. അത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഡിഫറൻസ് കർവ്? വിച്ച് ഗിവ് ദി സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദി കൺസ്യൂമർ. അതായത് നമുക്കൊരു പീസ് കേക്ക് ഇവിടെ കൊണ്ടുവച്ച് തന്നിക്കണ്. നമുക്കൊരു പീസ് കേക്ക് നമുക്ക് കൊണ്ടുവച്ച് തന്നിക്കണേ. അതുപോലെ തന്നെ വേറൊരു പീസ് കേക്കും നമുക്ക് കൊണ്ടുവച്ച് തന്നിക്കണേ. ഈ കേക്ക് കഴിച്ചാലും ഈ കേക്ക് കഴിച്ചാലും 2 ഒരേ ഫ്ലേവറിൽ ഒരേപോലെയുള്ള കേക്കാണ്. 2 കേക്ക് കഴിച്ചാലും നമുക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടാൻ വേണ്ടിയിട്ട് പോണത്. സോ അതാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക എന്നുള്ളതും കൂടി നമുക്ക് പറയാം. നമ്മൾ ഒരു Y ആക്സിസ് വരയ്ക്കും, ആൻഡ് നമ്മളൊരു X ആക്സിസ് വരയ്ക്കും. കോൺവെക്സ് ഷേപ്പ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ഇൻഡിഫറൻസ് കർവുകൾ ഉണ്ടാവുക. ഇതിപ്പോ ഒരൊറ്റ ഇൻഡിഫറൻസ് കർവ് ആണ്. സോ നമുക്ക് ഇതിന് IC1 എന്ന് പറയാം. ഇവിടെ നമുക്ക് X എന്ന് കൊടുക്കാം, ഇവിടെ നമുക്ക് Y എന്ന് കൊടുക്കാം, ഇവിടെ നമുക്ക് 0 എന്ന് കൊടുക്കാം. ഇത് ഗുഡ് X ആണ് കേട്ടോ, ഇത് ഗുഡ് X ആണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗുഡ് Xന് എന്തെങ്കിലും ഒരു പേര്, നമ്മൾ നേരത്തെ കൊടുത്ത പോലെ എന്തെങ്കിലും ഒരു പേര് ഉണ്ടെങ്കിൽ ആ പേര് കൊടുക്കാം. ഇത് നമ്മുടെ ഗുഡ് Y ആണ്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇൻഡിഫറൻസ് കർവുകൾ ഉണ്ടാവാം. ഒരുപാട് ഇൻഡിഫറൻസ് കർവുകൾ കൂടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മള് IC1 അല്ല, IC2, IC3 അങ്ങനെ ഒരുപാട് ഇൻഡിഫറൻസ് കർവുകൾ കൂടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താണ് പറയാ, ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് പറയാ. ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, IC1ൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു ലെവലായിരിക്കും. പക്ഷേ IC2 ആവുമ്പോൾ, IC2 എന്ന് പറയുന്നത് IC1നെക്കാട്ടി മുകളിലാണ്. സോ IC2
IC2ന്റെ മുകളിലുള്ള ഗുഡ്സിന്റെ മുകളിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് IC1നെക്കാട്ടും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, അതായത് ഇവിടെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്, ഗുഡ്സിന്റെ കോമ്പിനേഷൻസ് ഉണ്ട്. ABC എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 ഗുഡ്സിന്റെ കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, 3 കോമ്പിനേഷൻസ് ആണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് D എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഇവിടെ നമുക്ക് E എന്ന് പറയുന്ന 2 കോമ്പിനേഷൻ ആണ് ഉള്ളത്. ആൻഡ് IC3ന്റെ മുകളിൽ നമുക്ക് F എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനും ഉണ്ട്. 2 ഗുഡ്സുകൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. IC1ന്റെ അതായത് ABC ഈ 3 കോമ്പിനേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു 50 ആണ് എന്ന് വിചാരിക്കാം. A ആണെങ്കിലും 50 ആയിരിക്കും, B ആണെങ്കിലും 50 ആയിരിക്കും, C ആണെങ്കിലും 50 ആയിരിക്കും. ഓക്കെ, IC2 എന്ന് പറഞ്ഞാൽ IC2 IC1നെക്കാട്ടി മുകളിലാണല്ലേ കിടക്കുന്നത്. സോ നമുക്ക് IC1നെക്കാട്ടി കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആണ് IC2ന്റെ മുകളിൽ നിന്ന് കിട്ടാം. അതായത് D എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നിന്നും E എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ 50നെക്കാട്ടും കൂടുതലായിരിക്കും. സപ്പോസ് ഒരു 80 ആണ് എന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ആണ് കേട്ടോ, ജസ്റ്റ് എക്സാമ്പിൾ ആണ്. 80 ആണെന്ന് വിചാരിക്കാം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IC3 കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തിനെക്കാട്ടി കൂടുതലായിരിക്കും? IC2നെക്കാട്ടും കൂടുതലായിരിക്കും. കാരണം അത് എന്തിന്റെ മുകളിലായിട്ടാണുള്ളത്? IC2ന്റെ മുകളിലായിട്ടാണുള്ളത്. വിച്ച് മീൻസ് 80നെക്കാട്ടും ഗ്രേറ്റർ ദാൻ ആയിരിക്കും F എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി IC4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുഡ്സും അല്ലെങ്കിൽ ഒരു ഇൻഡിഫറൻസ് കർവും കൂടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്തിനെക്കാട്ടും കൂടുതലായിരിക്കും? IC3യിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് റൈറ്റിലേക്ക് പോകും തോറും അല്ലെങ്കിൽ അപ്വേർഡ് ആയിട്ട് പോകും തോറും ഏത് ഇൻഡിഫറൻസ് കർവ് ആണോ ഏറ്റവും ടോപ്പിലുള്ളത് അതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാണ് വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരുപാട് ഇൻഡിഫറൻസ് കർവുകൾ കൂടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് പറയാമെന്നും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ്. സോ ഇതിൽ 4 ഫീച്ചേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വണ് നമ്മൾ ആ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത്? കോൺവെക്സ് ഷേപ്പ് ആണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താണ്? കോൺവെക്സ് ഷേപ്പ് ആണ്. എന്തുകൊണ്ടാണ് അത് കോൺവെക്സ് ഷേപ്പ് ആവാനുള്ള കാരണം? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് നിങ്ങൾ മനസ്സിലാക്കണ്ട, ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. അതായത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടാമത്തെ ഒരു ഫീച്ചർ ആണ് അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. എന്നാണ് അത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. നമുക്കറിയാം നമ്മളൊരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേർഡ് ആയിട്ടാണ്. സോ അതിന്റെ രണ്ടാമത്തെ ഫീച്ചർ ആണ് അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. ആൻഡ് മൂന്നാമത്തെ ഫീച്ചർ ആണ് ഈ ഒരു ഇൻഡിഫറൻസ് മാപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ ഏറ്റവും റൈറ്റിൽ ഏതാണോ അതിനായിരിക്കും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? IC3 എന്നാണ് എന്ത് നമുക്ക് ടോപ്പ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ ഏറ്റവും റൈറ്റിലേക്ക് പോകും തോറും സാറ്റിസ്ഫാക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് ഏറ്റവും ലാസ്റ്റത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഒരിക്കലും ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യൂല, കൂട്ടിമുട്ടൂല. ഓക്കെ, എന്തുകൊണ്ടാണ് അത് കൂട്ടിമുട്ടാത്തത്? ഇവിടെ നമ്മൾ നോക്കാം. IC1 നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും IC2 കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും ഡിഫറെന്റ് ആണില്ലേ? അത് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു എക്സാമ്പിൾ ഒരു ഗ്രാഫ് വരച്ചിട്ട് നോക്കാം. ഇതൊരു ഇൻഡിഫറൻസ് കർവ് ആണ്, ഇത് അടുത്തൊരു ഇൻഡിഫറൻസ് കർവ് ആണ്. ഓക്കെ, ഇതാണ് IC1, ഇത് IC2 ആണ്. ഇത് ഈ ഒരു പോയിന്റിൽ ഇത് രണ്ടും കൂട്ടിമുട്ടുന്നുണ്ട്. IC1 നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 50 ആണെന്ന് വിചാരിക്കുക. IC2 കിട്ടുന്നത് 80 ആണ്. നമ്മൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ? സോ ABC 3 പോയിന്റ് ആണ് IC1 3 കോമ്പിനേഷൻസ് ആണ് IC1 ഈ 3 കോമ്പിനേഷനിലും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 50 ആണ് അല്ലെ? കറക്റ്റ് അല്ലേ? ഇനി IC2 കേസ് എടുക്കുകയാണെങ്കിൽ D എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, E എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. IC2 മുകളിൽ എത്ര പോയിന്റ്സ് ആണുള്ളത്? D ഉണ്ട്, E ഉണ്ട്, വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. ഏതാണത്?
ബി എന്ന് പറയുന്ന പോയിന്റും എന്തിന്റെ മുകളിൽ തന്നെയാണ് ഉള്ളത്? IC2ന്റെ മുകളിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഡിന്നും ഇന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ 80 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ബിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും എന്ത് തന്നെ ആവണം? 80 തന്നെ ആവണം. പക്ഷെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ബിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 50 ആണെന്ന്. സോ അതൊരിക്കലും എന്താവുന്നില്ല, മാച്ച് ആവുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റുമായിട്ട് ക്ലിയർ ആവുന്നില്ല അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒരിക്കലും രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യൂല. ബിക്കോസ് രണ്ട് ഇൻഡിഫറൻസ് കർവിന്റെയും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ് ആണ് അതിനുള്ളത്. നിങ്ങൾ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. ബിക്കോസ് നമ്മൾ വേറൊരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നുണ്ട്, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഇൻഡിഫറൻസ് കർവിന്റെ ആവശ്യമുണ്ട്. സോ ഈ ഒരു 4 ഫീച്ചേഴ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇതുപോലെ ചെറിയ ചെറിയ ടോപ്പിക്സുമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.